ഞാൻ ഫസ്റ്റായിട്ട് അലുവ ഉണ്ടാക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയ ടൈമിൽ ശർക്കര ചോദിച്ചു. അപ്പോൾ എന്തിനാ ചോദിച്ചു ഇത്ര തോന്നുന്ന ശർക്കര? അപ്പോൾ ഞാൻ അലുവ ഉണ്ടാക്കാനാണ്. ഞാൻ ഒരു ശർക്കര എടുത്തുകൊണ്ട് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളർ ശർക്കര, ഒരു ഫുള്ള് അതിൻ്റെ മുകളിലൊരു എന്തൊക്കെയോ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണ് അലുവ ഉണ്ടാക്കുന്ന ആൾക്കാർ കൊണ്ടുവന്നത്. ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞിങ്ങനെ ചെയ്യണില്ല, പോകണില്ല, ഇങ്ങനെ ഇവിടെ ഒരു പരിപാടി ചെയ്യാൻ പോകുക. അപ്പോൾ എന്താ അലുവ എന്നൊക്കെ ചോദിക്കുക. അലുവ എന്ന് പറയുമ്പോൾ അലുവയിൽ എന്താ ചെയ്യാനുള്ള, അലുവ എന്താ ഇവിടെ അലുവ കച്ചവടം ചെയ്യാൻ പോവാണോ? അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന ഹൽവ ബിസിനസ് ആണ്. ഇതൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇതെന്ത് സ്റ്റാർട്ടപ്പ്, ഇതിലിപ്പോൾ എന്താ യൂണീക്നെസ്, ഇതിലെന്താ പ്രത്യേകത ഉള്ള എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കോമൺ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ആണ്. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ ആണെങ്കിൽ അതിലൊരു ഇന്നോവേഷൻ കൊണ്ടുവന്ന് അതിൽ സ്കെയിലബിൾ മോഡലിലേക്ക് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാർട്ടപ്പ് ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ആ സെൻസിൽ നോക്കുമ്പോൾ ആക്ച്വലി ട്രഡീഷണൽ ആയിട്ട് വളരെ അൺഓർഗനൈസ് നിൽക്കുന്ന ഒരു ബിസിനസ്സിനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഷുഗർ ഫ്രീ വരുന്നുണ്ട്, ന്യൂട്രീഷൻ റിച്ച് വരുന്നുണ്ട്, പ്രോട്ടീൻ വരുന്നുണ്ട് കാലമാണ്. ബോട്ടിന്റെ ഫൗണ്ടർ ഷാർക്ക്, വൺ ഓഫ് ദി ഷാർക്ക് അല്ലേ പുള്ളി? നിങ്ങളെ ഷാർക്ക് വഴിയല്ല പോയതെങ്കിലും പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നതിന് ശേഷം ഫുൽവ എങ്ങനെയൊക്കെ മാറി? അപ്പോൾ പിന്നെ പെട്ടെന്ന് മൈൻഡിലേക്ക് തോട്ടുന്നത്, കാരണം നമ്മളതിൽ എല്ലാ വെറൈറ്റി ഹൽവ ഉണ്ട്, ഫുൾ ഹൽവ ഉണ്ട്. ഓ അതാണല്ലേ, ഫുൾ ഹൽവ, ഫുൾ വെറൈറ്റി ഹൽവ. ഒരു കാശ്മീർ ട്രിപ്പിലാണോ ഇതെല്ലാം തുടങ്ങണേ? എന്നാ ആ കഥ ചുരുക്കി പറയാ. 30,000 ഫുൽവ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ ലോഞ്ച് ചെയ്ത അതേ സമയത്ത് കാലിക്കറ്റ് നിപ്പ വൈറസ് വന്നു. ഓ ആ സമയത്തല്ലേ പാക്കിങ് കഴിയുന്ന നിപ്പ വൈറസ് വരുന്നത്. നമ്മുടെ കോഴിക്കോട് അൽവേനെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ 4 യങ്സ്റ്റേഴ്സ് ആണ് ഇന്നത്തെ ബി ടോക്കിലിരിക്കുന്നത്. ഫൗണ്ടേഴ്സ് ഓഫ് ഫുൽവ. വെൽക്കം ടു ബി ടോക്ക്. ഞാൻ ഷാബാസ്, വൺ ഓഫ് ദ ഫൗണ്ടർ ആണ്, ഫൗണ്ടർ ആൻഡ് CEO. നമ്മളെ ടീമിനെ ഒന്ന് ലീഡ് ചെയ്ത് കൊണ്ടെടുക്കുന്ന രീതിയിലുള്ള റോളാണ് ചെയ്യുന്നത്. ബട്ട് എല്ലാത്തിലേക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഐ ആം തഷ്രീഫ്, ഫൗണ്ടർ ഓഫ് ഫുൽവ. പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്, അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിൽ നിന്ന് തുടങ്ങിയതാണ് ഫുൽവ. ഇർഫാൻ, ഫൗണ്ടർ ഓഫ് ഫുൽവ. സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ ഈ ഒരു ഏരിയ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ പേര് സനു, ഞാൻ ഫുൽവൻ്റെ വൺ ഓഫ് ദ കോ ഫൗണ്ടർ ആണ്. ഞാൻ ഫുൽവയിൽ മെയിനായിട്ട് ഇ-കൊമേഴ്സ് അതുപോലെ നമ്മുടെ ഗ്രോത്ത് സൈഡ് ആ ഒരു സൈഡാണ് നോക്കുന്നത്. നമ്മളിത് ആദ്യം നിങ്ങളെ ഈ ഫുൽവ ബ്രാൻഡിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്റ്റോറി കേട്ടപ്പം സത്യം പറഞ്ഞ വാവ് പൊളി പരിപാടിയാണല്ലോ മച്ചന്മാർ തുടങ്ങിക്കണേ, അതാണ് മനസ്സിൽ വന്നത്. കാരണം ഇതുവരെ ആരും ചിന്തിക്കാത്തൊരു പരിപാടി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ്, കൺഗ്രാറ്റുലേഷൻസ്. ലേറ്റസ്റ്റ് നിങ്ങളെ പറ്റി കേട്ട ഏറ്റവും സന്തോഷകരമായ വാർത്ത, ബോട്ടിന്റെ ഫൗണ്ടർ അമൻ അല്ലെ, അമൻ സാർ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് ഫുൽവയ്ക്ക്. അപ്പോൾ ബോട്ടിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഷാർക്ക്, വൺ ഓഫ് ദി ഷാർക്ക് അല്ലേ പുള്ളി? നിങ്ങളെ ഷാർക്ക് വഴിയല്ല പോയതെങ്കിലും പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നതിന് ശേഷം ഫുൽവ എങ്ങനെയൊക്കെ മാറി? ആക്ച്വലി നമുക്കൊരു കോൺഫിഡൻസ് വന്നു. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഹൽവ ആണല്ലോ ചെയ്യുന്നത്. ഹൽവ വെച്ചിട്ട് ഏതുവരെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയി, ഓക്കെ നമുക്കിത് പറ്റും എന്നുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ തേടി പോവാൻ, സത്യം പറഞ്ഞാൽ നമുക്ക് അതിന് ടൈം കിട്ടിയിട്ടില്ല. അതാണ് സത്യം. നമ്മൾ ഫുൾ ഇതിൽ അതായത് തിരക്കിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ആളുകളൊക്കെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നുണ്ടോ. ഓബ്വിയസ്ലി അതിനെ സ്കെയിൽ ചെയ്യണം, നമുക്ക് ഫണ്ട് വേണം. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാനായിട്ട് പല ആൾക്കാരും പിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഈ ഹലുവ ആണ് നമ്മുടെ വിഷൻ ആക്കും, പലരും അത് അംഗീകരിക്കാറില്ല. അതെ, ഹലുവയാണോ അതായത് എല്ലാവരും പറഞ്ഞാൽ നെക്സ്റ്റ് ഇനിയും ഒരുപാട് പ്രൊഡക്ട്സ് ആഡ് ചെയ്യണം എന്നാ പറയാം. അപ്പോൾ അതിലൊരു കോൺഫിഡൻസ്. ഇപ്പോൾ അമനോട് സംസാരിച്ച സമയത്ത് ആൾ ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്ക് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞപ്പോൾ ആള് അങ്ങനെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്താ. ശരിക്കും ആ പ്രൊഡക്റ്റ് കിട്ടിയ ഒരു സ്റ്റോറി നിങ്ങൾ അയച്ചു കൊടുത്താണോ? അല്ല, ശരിക്കും അതൊന്നും പറഞ്ഞില്ല, നമ്മളൊരിക്കലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരാൾ വരുന്നുള്ളതൊന്നും. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ വർക്കിംഗ് ടൈമൊക്കെ ആയിട്ട് അങ്ങനെ ബിസിയാണ്. പക്ഷേ നമ്മുടെ വൺ ഓഫ് ദ കസ്റ്റമർ, അതായത് ബോട്ടിന്റെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള സാൽപിഡോ ബ്രദേഴ്സ് MSI ഗ്രൂപ്പിന്റെ ടീം നമ്മളെ കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ അവര് ഒരു ഇതിന്റെ ആവശ്യം മീൻസ് കോർപ്പറേറ്റ് ഗിഫ്റ്റിന് വേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും ഈ ടീമിന്റെ മൊത്തത്തിൽ എത്തി. അങ്ങനെ ലൈക്ക് ആയിട്ടാണ് ശരിക്കും നമ്മുടെ വരുന്നത്. സൂപ്പർ. അപ്പം പുള്ളി വൺ ഓഫ് ദി ഷാർക്ക് ആണല്ലോ. അപ്പൊ ഈ ഷാർക്ക് ഒരു പരിപാടി, ഒരു ബ്രാൻഡിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷാർക്കിൽ തന്നെ ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള റീച്ച് മാറും. അത് വെച്ച് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഫുൽവയ്ക്ക് അത് എങ്ങനെ ഗുണം ചെയ്ത് ആസ് എ ബ്രാൻഡ് ആരാ പറയാ? അത് ആക്ച്വലി ഞാൻ അതിന് ഒരു ചെറിയൊരു ഗ്ലിംസ് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്
നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഷാർക്ക് ടാങ്ക് ത്രൂ അല്ലാണ്ട് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത് ഡയറക്റ്റ് വന്നിട്ടില്ല. അപ്പൊ അത് നമ്മൾ ഈ ഒരു ഹൽവ വെച്ചിട്ടുള്ള ഈ ഒരു ഹൽവ കമ്പനിയിലാണെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോട് നിന്നുള്ള നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഹൽവ വെച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റിയതിൽ, അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൽ ഭയങ്കരമായിട്ട് പ്രൗഡാണ്. സൂപ്പർ. പുള്ളി ഹൽവ കഴിച്ചു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളി നിങ്ങളെ വിളിക്കുകയാണ് ചെയ്തത്. എന്താ ചെയ്ത്? പുള്ളി ഇതുപോലെ നമ്മുടെ ഈ ബോട്ടിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടോ ആളായിട്ടാണ് പുള്ളി ആദ്യം ആളിങ്ങനെ ഇവർ തമ്മിലാണ് ആദ്യം കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവരെ കുറിച്ച് അറിയില്ലായിരുന്നു ശരിക്കും, ഇവരെ നമുക്ക് പരിചയമില്ല, ഈ നമ്മുടെ കസ്റ്റമർ പോലും നമുക്ക് പരിചയമില്ല. അപ്പൊ ഷാബാസ് ഒരു ഇവന്റിന് പോയ സമയത്താണ് ഷാബാസ് ഈ ആളെ കാണുന്നത്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറെ കാണുന്നത്, ബോട്ടിന്റെ നാസിംക എന്ന് പറയും. പുള്ളിനെ കണ്ട് പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ് ഇങ്ങനെ നമുക്ക് അമനെ കണക്ട് ചെയ്ത് തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി ഒരു മീറ്റിംഗ് കണക്ട് ചെയ്ത് തരിക ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു തന്നു. ആ മീറ്റിംഗിൽ നമ്മൾ നമ്മുടെ വിഷനും കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത സമയത്ത് അമൻ ഇംപ്രസ്ഡ് ആയി. അമനും അമന്റെ CBO ഉണ്ടായിരുന്നു പ്രജിത് സാറ്, പുള്ളിയും, അങ്ങനെ ഒരു 4 പേര് നമ്മുടെ കൂടെ ഇപ്പം ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തു. സൂപ്പർ. പുള്ളി എന്താ പറഞ്ഞ? ബോട്ടിന്റെ ഫൗണ്ടർ എന്താ പറഞ്ഞ നിങ്ങളോട്? നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് മൂപ്പര് പറഞ്ഞപ്പോൾ മൂപ്പര് നമ്മൾ ഈ ഒരു ഐഡിയക്ക് മൂപ്പര് നല്ല അടിപൊളി സപ്പോർട്ട് ചെയ്ത് സംഭവം ഐഡിയ കേട്ടപ്പോൾ നമ്മൾ ഒരു അലുവനെ ഫുൾവാക്കി മാറ്റുക എന്നുള്ളൊരു സാധനം കേട്ടപ്പോൾ മൂപ്പർക്ക് അതിലൊരു ഒരു ഇംപ്രഷൻ തോന്നി എന്നുള്ള സംഭവം. അവർ കണ്ടപ്പോൾ തന്നെ ആദ്യം നമ്മോട് പറഞ്ഞു വെച്ചാൽ നാളെ എല്ലാ ഹൽവാസും ഫുൾവേയിൽ വരണം. നമ്മൾ ഏതൊരു ഇൻവെസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ നമുക്ക് ഈ ഒരു എനർജി കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് ഈ റെക്കഗ്നേഷൻ കിട്ടുന്നത് നമ്മളെ രാഹുൽ സാർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇൻവെസ്റ്ററാണ്. നമ്മൾ എലിവേറ്റ് എന്ന് പറഞ്ഞ ഷോത്തിൽ വരുന്നത്. അതാണ് ശരിക്കും നമുക്ക് നല്ലൊരു എനർജി തന്നത്. കാരണം ഇവിടുത്തെ ഫസ്റ്റ് നമ്മളെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് അതാ. അത് ത്രൂ ഈവൻ രാഹുൽ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒരു വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ ഈവൻ ആ ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ ഇവൻ ഒരു 6 to 9 month ബാക്ക് നമ്മളെ എന്താ പറയാ, നമ്മളെ അക്കൗണ്ട് 0 ബാലൻസ് ആയ ഒരു ടൈം ഉണ്ട്. ആ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് പോലും നമുക്ക് രാഹുൽ സാർ ഫണ്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സ് വന്നതുകൊണ്ടാണ് ശരിക്കും നമ്മൾ പിന്നെ അവിടെ പിടിച്ചു നിന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ എന്താവുന്ന ഉള്ളൊരു ഇതില്ല. പക്ഷെ അതിനുശേഷം കേസ് വന്നപ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ല. അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടല്ലേ? ഇപ്പോഴും ഫോണിൽ ആ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇന്ന് വരുമ്പോഴും കൂടി അത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തുള്ളൂ. ഏകദേശം മെയ് സ്റ്റാർട്ടിങ്ങിലാണ്, ഏകദേശം ഒരു 1 year ആവാനായി സെയിം ടൈം. അപ്പോൾ നമുക്ക് ഒരു പേടിയായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്ററോട് അങ്ങനെ അത് ചോദിക്കുക ഓക്കെ അല്ലല്ലോ. പക്ഷെ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, നമുക്ക് പറ്റുന്ന രീതിയിൽ പലരും കടങ്ങളൊക്കെ ചോദിച്ചു, പക്ഷെ ആരുടെ അടുത്തൊന്നും കിട്ടാനില്ല. അപ്പോൾ ലാസ്റ്റ് മനസ്സോടെ ചോദിച്ചാ സാർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ചെയ്യാൻ പറ്റുമോ? പുള്ളി ഒന്നും പറഞ്ഞ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഞാനിപ്പോൾ പാരീസിലാണ്, നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചോ, നാളെ ക്യാഷ് അയച്ചിടാം. അക്കൗണ്ട് അയച്ചു കൊടുത്തു, ക്യാഷ് പിറ്റേന്ന് അയച്ചു തന്നു. സൂപ്പർ. ഇപ്പൊ ഈ ബോട്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്, എത്ര വലുതാണ്? അത് അൺഡിസ്ക്ലോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? നമ്മുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞത് നാളെ ഹൽവ എന്ന് പറഞ്ഞതിന്റെ പകരം ഫുൽവ എല്ലാവരും പറയുന്നുള്ളതാണ്. ഇന്ന് നമ്മളൊരു പരിധി വരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണത്. ഇന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് ബിഫോർ ഫുൽവ ആഫ്റ്റർ ഫുൽവ നോക്കുന്ന സമയത്ത് ആളുകൾ അങ്ങനെ മീൻസ് ഹൽവക്ക് ആ ഒരു വാല്യൂ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പൊ ഇത് ഗ്ലോബലി കൊണ്ടുവരാനുള്ളതാണ്. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളതിന്റെ ചെറിയൊരു പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് അജ്ഫാൻ പോലുള്ള റീറ്റെയിൽ സ്റ്റോറുകളുണ്ട്. അപ്പം നമ്മളൊരു ആഗ്രഹമാണ് ഈ ഹലുവനെ ചോക്ലേറ്റ് പോലെ ആക്കി മാറ്റാനുള്ളത്. അതായത് നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇന്ന് ഹെർഷീസ് അല്ലെങ്കിൽ കാഡ്ബറി ഉള്ള പോലെ ഫുൽവനെ മാറ്റുക എന്നുള്ളതാണ്. അതായത് ചോക്ലേറ്റിന് അതാണെങ്കിൽ ഹലുവക്ക് ഫുൽവ അങ്ങനെ ഗ്ലോബൽ ഉണ്ടാക്കുക. അപ്പം നമ്മളൊരു ആഗ്രഹമാണല്ലോ അവിടെ എത്താന്നുള്ളത്. അപ്പോൾ അതിന് നമ്മളൊരു ഫസ്റ്റ് ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അതായത് ഈ അജ്ഫാനിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത സമയത്ത് എന്താ പറയാ, ഈ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചതിന്റെ അവിടെ തന്നെ ഫുൽവന്റെ ആ ഒരു പ്രൊഡക്റ്റ് വന്നൊരു സമയം ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ടുണ്ടോ? ആണോ? അപ്പം അവിടെ അത് ഉണ്ടായപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതെന്തായിരുന്നു? എന്ത് ബോക്സ് വന്ന് എനിക്ക് കൊച്ചിയിലെ അജ്ഫാനിൽ എനിക്ക് ബോക്സ് വാങ്ങാൻ കിട്ടും. ചില സ്റ്റോറുകൾ നമ്മളത് ട്രയൽ പൈലറ്റ് സ്റ്റേജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇപ്പം കംപ്ലീറ്റ് റീറ്റെയിൽ എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവൻ വന്നതിന്റെ ശേഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ സം ഇയേഴ്സ് ഒരു 100 CR കമ്പനിയാക്കി മാറ്റണം. മീൻസ് ഒരു 1.5 year മാക്സിമം അതിന്റെ ഉള്ളിൽ ആ ഒരു ലെവലിലേക്ക് എത്തണം. അടിപൊളി. നിങ്ങൾ 4 കോഴിക്കോട്ടുകാരാണ്, 4 ഫ്രണ്ട്സ് ആണ്, ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് പഠിച്ചു വന്നതെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. അപ്പൊ ഫുൽവ ഈ പേരിന്റെ അർത്ഥം എന്താ ശരിക്കും? ഹാഫ് അൽവയാണ് എനിക്കറിയാം. എന്താണ് ഫുൽവ? നമ്മള് സ്റ്റാർട്ടിങ്ങില് പ്രൊഡക്റ്റിന്റെ ഡിസൈനും അതായത് ബോക്സ് എങ്ങനെ വരണം എന്നുള്ളൊരു സാധനത്തിന് വേണ്ടി നമ്മളെ കോഴിക്കോട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ എന്നും മീറ്റിംഗ് ഇരിക്കും. ആ സമയത്ത് നമ്മൾ 4 ആളും 4 വർക്കിലാണ്. കോഴിക്കോട് പൈസ തന്നെ ഉണ്ടാവല്. എന്നും വൈകുന്നേരം കോഴിക്കോട് പോയിരിക്കും, റെസ്റ്റോറൻറ്റിൽ പോയിരിക്കും. എന്നിട്ട് ചായ ഒക്കെ കുടിച്ച് പ്രൊഡക്റ്റിന്റെ പ്ലാനിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ സമയത്ത് നമ്മളൊരു ബുക്ക് എപ്പോഴും എടുക്കലുണ്ട്. അങ്ങനെ ബുക്കിൽ ബോക്സിന്റെ
ചിത്രം കാര്യങ്ങളൊക്കെ വരച്ച് Okay. ഇതിൽ ഇത്ര ഫ്ലേവേഴ്സ് വരണം, 24 ഫ്ലേവേഴ്സ് എന്നുള്ള സെറ്റ് ചെയ്ത്, പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡിന് പേരിടുക എന്നുള്ള വലിയ ടാസ്ക്. സത്യം പറഞ്ഞ ബ്രാൻഡിന് പേരിടുക പറഞ്ഞാൽ ആ ഒരു നമ്മൾക്ക് ഉണ്ടായതിന് ഫസ്റ്റത്തെ ഒരു ഏറ്റവും മെയിൻ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ് സാധനം എന്താ വെച്ചാൽ ആ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യണത്, മനസ്സിലാവും, നമ്മൾ എന്താണ് സാധനം, നമ്മളെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവണം ഫസ്റ്റ് ആ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ. അപ്പം ആ ഒരു ഇൻറ്റൻഷനിൽ നമ്മൾ 4 ആളും ഓരോരുത്തരും ഓരോ സജഷൻ ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്തു. അപ്പോൾ പിന്നെ പെട്ടെന്ന് മൈൻഡിലേക്ക് തോട്ടുന്നു, കാരണം നമ്മളതിൽ എല്ലാ വെറൈറ്റി ഹൽവ ഉണ്ട്, ഫുൾ ഹൽവ ഉണ്ട്, ഫുൾ അൽവ. ഓ അതാണല്ലേ, ഫുൾ അൽവ, ഫുൾ വെറൈറ്റി ഹൽവ. ഇനി ആരെങ്കിലും വേറൊരു ടൈപ്പ് അൽവ ഉണ്ടാക്കണം, അപ്പൊ അതെടുത്ത് നിങ്ങൾ ഇതിലേക്ക് വെക്കും. ഫുൾ വെറൈറ്റി ഹൽവ ഉണ്ട്, ഫുൾ നെയ്തി, ഹൽവ നെയ്തി, അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫുൽവ എന്നുള്ളൊരു പേരിലേക്ക് ആക്കി. സൂപ്പർ. ഓരോ പേരിനും ഓരോ കഥ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കഥ ഇതാണ്, ഫുൾ അൽവ കിട്ടുന്ന ബോക്സ് ആണ് നിങ്ങളുടെ. ഇനിയിപ്പോ ഓരോ ജനറേഷൻ, ഇനിയിപ്പോ കമ്മിങ് ജനറേഷനിലുള്ള കുട്ടികൾ ഫുൾ ഹൽവക്ക് പകരം ഫുൽവ എന്ന് പറയണം പോലെ ആക്കണം. അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യും. അപ്പം ജെറോക്സ് എന്ന് പറയുന്ന പോലെ ഫോട്ടോ കോപ്പി മെഷീൻ അല്ലേ. ഇപ്പൊ കറന്റ് ഇപ്പൊ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായത് എന്റെ ഫാമിലിയിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ഫുൽവ എന്ന് പറയാൻ തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടികൾ ചോദിക്കല് ഫുൽവ എവിടെ, ഫുൽവ എവിടെ, ഓ അങ്ങനെ ഒരു ഇതെന്നാണ്. നിങ്ങളുടെ വിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ചോക്ലേറ്റിന് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ആ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് പറയണം അൽവയ്ക്ക് വരെ. ഇതുവരെ അൽവയ്ക്ക് ആരും ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഹൽവന ആരെങ്കിലും ഇതിനു മുമ്പ് ബ്രാൻഡാക്കിയിട്ടുണ്ടോ? ഹൽവന് ബ്രാൻഡ് ആക്കിയിട്ടില്ല. അതായത് ഇപ്പം ഹൽവ എന്ന് പറഞ്ഞപ്പോ കോഴിക്കോടൻ ഹൽവ, തിരുനെൽവേലി ഹൽവ, ഒമാനി ഹൽവ, ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന സാധനം, ഒക്കെ അവിടെ തന്നെയുള്ള സാധനം. അപ്പൊ ഈ ഫുൽവ നമ്മളെ മെയിൻ എയിം എന്താ വെച്ചാൽ ഈ ഹൽവനെ മൊത്തം, അതായത് തിരുനെൽവേലി ഹൽവ, കാലിക്കറ്റ് ഹൽവ, ഒമാനി ഹൽവ, കറാച്ചി ഹൽവ, അങ്ങനെ കുറെ ഹൽവാസ് ഉണ്ട്. ഇതെല്ലാം ഫുൽവയിൽ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഐറ്റം ഇതിലാണ് നമ്മൾ ഫുൽവ എന്നുള്ള ബ്രാൻഡ്. പിന്നെ എനിക്കൊന്ന് പാക്കേജിംഗ് ആണ് പ്രത്യേകം തോന്നുന്നത്. നിങ്ങൾ ചോക്ലേറ്റ്സ് കിട്ടുന്ന പോലെ ആർക്കും വാങ്ങിച്ച ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണോ നിങ്ങളുടെ ആഗ്രഹം തോന്നിയത്? അതിന് പുറകിലൊരു കഥയുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാശ്മീർ ട്രിപ്പിലാണോ ഇതെല്ലാം തുടങ്ങണേ? എന്നാ ആ കഥ ചുരുക്കി പറയാം. ലോങ് സ്റ്റോറിയാ. നിങ്ങൾ കാശ്മീരിൽ പോയി, അപ്പൊ ഞങ്ങൾക്ക് അലുവ കൊണ്ടിരുന്ന അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, അത്ര അല്ലേ? അങ്ങനല്ലേ? ഓക്കെ. എന്നിട്ട് നിങ്ങൾ കോഴിക്കോട് വന്നു. യെസ്, ശരിക്കും അതന്നെ. അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റ് അവരൊരു ഫാമിലിനെ പോലെയാണ്. അത്രയും കണക്ഷൻ വളരെ കുറഞ്ഞ സമയത്താണെങ്കിലും അവരങ്ങനെ സൽക്കരിച്ച് ഇതാക്കിയതാണ്. നിങ്ങൾ 4 ആളാണോ ട്രാവൽ ചെയ്തത്? അല്ല, ആക്ച്വലി ഞാൻ എൻ്റെ വേറെ 2 ഫ്രണ്ട്സുകൾ, കസിനും കൂടെ പോയത്. അപ്പം അവരൊരിക്കലും മറക്കാൻ പറ്റില്ല. കശ്മീരിന്റെ മെമ്മറീസ് അവരാണ്. അപ്പൊ എനിക്ക് അവർ ഗിഫ്റ്റ് ഒക്കെ തന്ന്, പക്ഷെ അവിടുന്ന് വരുന്ന സമയത്ത് അവരിനോട് പറഞ്ഞ പോലെ അവരുടെ അവരൊരു സൺ ഉണ്ടായിരുന്നു. അപ്പം പുറത്ത് പഠിക്കുന്നതാ. അപ്പൊ അവിടെയുള്ള ഗോവയിലാണ് പഠിക്കുന്നത്. അവിടെയുള്ള മലയാളീസ് ഇവർക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇന്നോട് ഓടി വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലൊരു റബ്ബർ പോലത്തെ ഒരു സ്വീറ്റ് ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടുത്ത പ്രാവശ്യം എന്തായാലും കൊണ്ടുവരണമെന്ന്. അപ്പൊ ഞാനാണെങ്കിൽ അവർക്ക് വരുന്ന സമയത്ത് ഓൾറെഡി ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാ, എന്തായാലും കൊടുക്കാന്നുള്ള വാക്ക് കൊടുത്ത് നാട്ടിലേക്ക് വന്ന്. പിന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ സ്റ്റോറീസൊക്കെ കണ്ട്, നമ്മൾ ആ ഒരു ഫോട്ടോസും ഇമേജൊക്കെ കണ്ട് അടുത്ത പ്രാവശ്യത്തെ ഒരു ട്രിപ്പ് ഇവർ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോയി, ഞാൻ ഓൾറെഡി പോയതല്ലേ. അങ്ങനെ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇവർക്ക് ഇത് കൊണ്ടുപോകാണ്ട് അവർക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയും അവർക്ക് വാക്ക് കൊടുത്തതാണ്. അവർ ചോദിച്ചതാണ് എൻ്റെ നാട്ടിലത്തെ ഒരു സ്വീറ്റ്. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ മാർക്കറ്റിൽ പോയി. എന്താ പറയാ, ഞാൻ അവരെനിക്ക് എന്താണോ തന്നത് അതിനേക്കാൾ അടിപൊളി, നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ഒരാൾ തന്നു കഴിഞ്ഞാൽ അവരതിനേക്കാൾ അടിപൊളി ഹാപ്പി ആക്കണം എന്നുള്ള ഗിഫ്റ്റിങ് പ്രത്യേകിച്ച്. അപ്പം അതിന് നോക്കുന്ന സമയത്ത് എന്താ പറയാ, അതിനൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ഇല്ല. ഇവൻ നമ്മുടെ നാട്ടിലെ അൽവാസ് ആണെങ്കിലൊക്കെ പ്ലാസ്റ്റിക് കവറിൽ ജസ്റ്റ് റാപ്പ് ചെയ്ത് ഫുൾ ഓയിൽ ഇതിൽ. എനിക്ക് എന്താ വെച്ചാൽ 3 ദിവസം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും അവിടെ എത്തൂല, ഒരു ഗിഫ്റ്റ് ആക്കാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. പക്ഷേ എന്താണ്, അത്രയും ലെഗസി പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അതിനൊരു ഇതില്ല. പക്ഷെ അതൊന്നും എൻ്റെ മൈൻഡിൽ അപ്പം ഇല്ല. ഞാൻ തൽക്കാലം കുറച്ച് ബനാന ചിപ്സ് വാങ്ങി. പക്ഷെ അവർക്ക് ആ വാക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷെ അവിടെ വരെ 3 ഡേ ട്രാവൽ ചെയ്ത് അതും സ്വാഭാവികമായിട്ട് പൊടിഞ്ഞ് പോയി. ഞാൻ കൊടുക്കാണ്ടാണ് തിരിച്ചു വരുന്നത്. ആ ഒരു സങ്കടം നല്ലോണം മനസ്സിലുണ്ടേനി. അപ്പൊ അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് നമ്മളെപ്പോഴും എന്താ പറയാ, ആ ഓണം വെക്കേഷന്റെ ടൈം ഏകദേശം. അപ്പൊ നമ്മൾ നോർമലി വൈകുന്നേരത്തെ ഒരു ചായക്കുടിയിൽ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്താണ് ഇൻസിഡന്റ് ഷെയർ ചെയ്തു. അതിനു മുമ്പേ നിങ്ങൾ ബിസിനസ് തുടങ്ങണം, സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കാറുണ്ടോ? ബേസിക്കലി നമ്മൾ കോഴിക്കോട്ടുകാരാണ്. നമുക്ക് ഇതേപോലത്തെ ഈ സിമിലർ ആയിട്ടുള്ള എല്ലാ ഒരു സംഭവം നമുക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ കോഴിക്കോട് നിന്ന് വരുന്ന ടൈമിൽ, പുറത്തുനിന്ന് വരുന്ന ടൈമിൽ കുറെ ആൾക്കാർ അലുവനെ കുറിച്ച് ചോദിക്കലുണ്ട്. എവിടുന്ന് നല്ല ബെസ്റ്റ് അലുവ കിട്ടില്ലേ ഒക്കെ ചോദിക്കലുണ്ട്. നമ്മള് കോഴിക്കോടുള്ളതല്ലേ, അപ്പോൾ നമ്മൾ അലുവനെ തിരിഞ്ഞു നോക്കലില്ല. പുറത്തുള്ള ഒരാൾ പോയി പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ കാലിക്കറ്റ് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം അവർ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഹൽവ കൊണ്ടിരുന്നാണ് പറയാം. എല്ലാവരും അത് പറയുന്നതാണ്. ഒരു കോഴിക്കോട്ടുകാരനായ ഒരാളോട് ചോദിച്ചാൽ എല്ലാവരും ഈ സിമിലർ സിറ്റുവേഷൻ എപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ അലുവ ഒരു ഗിഫ്റ്റ് ആയിട്ട് പൊതിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, ആ ഓപ്ഷൻ ഇവരായിട്ട് ഷെയർ ചെയ്തു. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് നമുക്കൊരു
അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാലോ നിങ്ങൾ ആലോചിക്കുന്നത്. സൊല്യൂഷനാണല്ലോ ബിസിനസ്സായി മാറുന്നത് മിക്കവാറും. അപ്പം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണമെന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നോ, അതോ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങിയതാണോ? അത് അല്ല, ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയതാണ്. അത് ശരിക്കും എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ വലിയ ബാക്ക്ഗ്രൗണ്ട് അല്ല. എൻ്റെ ഉപ്പക്ക് ഒരു ചെറിയ കോഴി കച്ചവടമാണ്, കോഴിപ്പീടിയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഉപ്പ എന്നെ വളർത്തിയത് ആ ഒരു ഇതില്ല. ഞാനത് കണ്ടിട്ടുണ്ട് എങ്ങനെ കച്ചവടമുണ്ട്, അതിന്റെ മനസ്സിലുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഇപ്പന്റെ കൂടെ പോവും, കോഴി വെട്ടും, കോഴി മീൻസ് എല്ലാ പരിപാടികളും ചെയ്യും. അപ്പൊ അവിടുന്നാണ് എന്റെ ആദ്യ പാഠങ്ങളൊക്കെ വരുന്നത്. ഞാനും ഞാൻ എല്ലാവരും ചോദിച്ചിരുന്നല്ലോ, സ്വാഭാവികമായിട്ടും നമ്മളെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ എന്തായാലും ഇവൻ നമ്മൾ ആദ്യം ഫേസ് ചെയ്ത സംഭവമാണ്. ഹൽവ എന്ന് പറയുമ്പോൾ ഒരു ഫാൻസി ബിസിനസ് അല്ല. അപ്പം ഞാൻ അവിടുന്ന് എന്ത് പണിയും ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ട്. ഒരാള് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബാക്കിയുള്ളവരോ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, പക്ഷെ ഉള്ളിലൊരു ബിസിനസ് ചെയ്യണം, ആവണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. നിങ്ങൾ ഈ ബിസിനസ് ചർച്ച എപ്പോഴാണ് തുടങ്ങിയത്, എന്ന് തൊട്ട് തുടങ്ങിയത്? ഈ പറഞ്ഞ ചായക്കടയിൽ പോയിരുന്നിട്ട് അത് നമ്മൾ പണ്ട് മുതൽ, അതായത് നമ്മൾ ഏകദേശം ഒരു LKG മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഓക്കെ. നമ്മൾ പണ്ട് മുതലേ ഒരുമിച്ചിരിക്കും, ചായ കുടിക്കാൻ പോകും, പുറത്തു പോകും, കളിക്കാൻ പോകും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പല ഡിസ്കഷൻ ഉണ്ടാവും. നമ്മൾ സാധാരണ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ബിസിനസ്സുകളെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ 4 പേര് ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായില്ല. അതൊരു ഫസ്റ്റ് ഡിസ്കഷൻ സത്യം പറഞ്ഞാൽ ഹലുവന്റെ ഇതിലാണ്. ഈ കഥയ്ക്ക് ശേഷമാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഹലുവ കൊടുക്കാൻ പറ്റിയില്ല. ഫൈനലി നമുക്ക് ബോക്സിൽ ഹലുവനെ ഇങ്ങനെ ചോക്ലേറ്റ് പോലെ, ദുബായിൽ നിന്നൊക്കെ ചോക്ലേറ്റ് കൊണ്ടുവരുന്ന പോലെ ആക്കാൻ ആർക്കാ ഐഡിയ കത്തിയത്? അത് ശരിക്കും വേറൊരു കഥ കൂടെ അതിന്റെ കൂടെ മിംഗിളായിട്ട് വരുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ള ആളുകളൊക്കെ എപ്പോഴും ഇവിടുന്ന് പോകുമ്പോൾ അങ്ങോട്ട് ഹലുവ കൊണ്ടുപോകും. അപ്പോൾ ആളുകൾ വിചാരം ഇവിടെ ഒരു ഒതന്റിക് സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകാൻ നിൽക്കും. പക്ഷേ നല്ല ക്യാരി ചെയ്യാൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരിലേക്ക് വരെ കൊണ്ടുപോകാനാണെങ്കിലും അവിടെ ഉള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ ഇതിങ്ങനെ മൈൻഡിൽ നമുക്ക് എല്ലാവർക്കും കിടന്ന് നടക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ വെറൈറ്റി ആയിട്ടൊരു സംഭവം നമുക്ക് ലോഞ്ച് ചെയ്യണം. ഇപ്പം നമ്മൾ കോഴിക്കോട് ഹലുവ വെച്ചൊരു ഇത് തുടങ്ങാന്ന് പറഞ്ഞ് കുറെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും പറയാ, ഓൾറെഡി കോഴിക്കോട് ഇത്രയും ഹൽവാസ് ഉണ്ട്, നിങ്ങൾ അവിടെ തന്നെ ആണോ ഇത് പോയി തുടങ്ങാൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പൊ അത് വലിയൊരു ചലഞ്ച്. നമ്മൾ ഈ പ്രൈസിന്റെ കാര്യം പറയുമ്പോഴും ഒക്കെ. പക്ഷെ നമുക്കുള്ളൊരു എന്താ വെച്ചാല് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് ഇതായിട്ടും പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കുറെ ഇത് ഉണ്ടാവും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിൽ പക്ഷെ ആരും പോസിറ്റീവ് തന്നിട്ടില്ല നമുക്ക് അതിൽ. പക്ഷെ നിങ്ങൾ പിന്തിരിയാൻ തീരുമാനിച്ചില്ല. ഇല്ല, ഫസ്റ്റ് നെഗറ്റീവ് ആണ് മൊത്തത്തിൽ കിട്ടിയത്. നെഗറ്റീവ് കിട്ടുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് പിന്തിരിയാൻ സാധ്യത ഉണ്ട്. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോയി ആണ്. അതിൽ നമ്മളൊരു തോട്ടം എന്താ വെച്ചാൽ നമ്മൾ 4 പേരുണ്ട്, നഷ്ടം വരികയാണെങ്കിൽ 4 ആൾ ഈക്വലി എടുക്കാം. ആ ഒരു കോൺസെപ്റ്റിലാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു? 30,000 ഈച്ച്. 10,000 വെച്ചിട്ട്. ആ സമയത്ത് നമ്മള് ഓരോരുത്തരും ഓരോ വർക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യുന്ന സമയം, കോളേജൊക്കെ കഴിഞ്ഞ് വർക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ തുടങ്ങിക്കുന്ന സമയം 30,000 ഫുൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. സൂപ്പർ. അപ്പോൾ ഹലുവേനെ കുറിച്ച് എന്തൊക്കെ പഠിച്ച്? അത് ഹലുവ എക്സ്പെർട്ട് ഓപ്പറേഷൻസും. കോഴിക്കോട് ഹലുവേനെ കുറിച്ച് എന്തൊക്കെ പഠിച്ച്? മൊത്തം നാട്ടിലുള്ള ഹലുവകളെ കുറിച്ച് എന്തൊക്കെ പഠിച്ച്? ഹലുവിനെ കുറിച്ച് ആദ്യം ഫുൽവ തുടങ്ങിയ ടൈമില് നമ്മള് വേറെ സ്ഥലത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് അങ്ങനെ ചെയ്തൊക്കെയാണ്. ഹലുവിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലേ. കോഴിക്കോട് ഹലുവ വാങ്ങിക്ക് ചെയ്തൊക്കെയാണ് സ്റ്റാർട്ടിങ്ങില്. പിന്നെ കോഴിക്കോട് ഹലുവന്റെ രീതി മനസ്സിലായി. ഇപ്പോഴും ട്രഡീഷണൽ വേയിലൂടെ ഇങ്ങനെ പോവാണ്, ഒരു മോഡേണൈസ് ചെയ്തിട്ടില്ല. പിന്നെ പഴയ ആൾക്കാർ തന്നെ എപ്പോഴും ഉണ്ടാക്കുന്നത്, പുതിയൊരു ടെക്നോളജിയോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കുറച്ച് വേസ്റ്റ് സിറ്റുവേഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹലുവന്റെ രീതി, പ്രൊഡക്ഷൻ സൈഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അതിനൊരു മാറ്റം കൊണ്ടുവരണല്ലോ. ഇപ്പം ഫുൽവെന്ന് അതാണല്ലോ എല്ലാവരും കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഫുൽവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലുവനെ പഴയ രീതിയിൽ നിന്ന് മോഡേണൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു തീമിൽ പോവാണ്. അപ്പം നമ്മൾ ആ സംഭവം ഹലുവനെ പഠിക്കാൻ വേണ്ടി ഇറങ്ങി. ഇങ്ങനെ ഹലുവനെ കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ച് ഇപ്പോൾ ഫുൽവൻ്റെ ഹലുവ ഉണ്ടാക്കുന്നത് ഞാനാണ്. ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ആ ഒരു ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കി പോകുന്നതാണ്. എവിടെ ഉണ്ടാക്കുന്നത്? നമുക്ക് ചെറിയ കിച്ചൺ ഉണ്ടോ? കിച്ചൺ ഉണ്ട് ഫറോക്കിൽ. ഇപ്പം നമ്മൾ പുതിയൊരു പ്ലാന്റിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പ്ലാന്റ് തുടങ്ങാൻ പോവാണ്. ആ പ്ലാന്റ് ഓൾറെഡി ഒന്നുണ്ട്. ഇപ്പം നമ്മളൊരു വേറെ എക്സ്പാൻഷന്റെ ഒരു രീതിയിലാക്കിയിട്ട് ഫറോക്കിൽ ഒരു പുതിയൊരു പ്ലാന്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ടൈപ്പ് ഹലുവ ഉണ്ട് ഇപ്പോൾ? ഒരു 30 വെറൈറ്റി ഹൽവ ഫുൽവേലുണ്ട്. കുറച്ച് പറയോ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒമാനി ഹൽവ എന്നൊക്കെ പറഞ്ഞാല് ബ്ലാക്ക് ജാഗരി, പിന്നെ ഹൽവ, കാന്താരി ഹൽവ, പിന്നെ ഫ്രൂട്ട് ഫ്ലേവേഴ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ കുറെ മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സ് ഉണ്ട്. ലക്ഷദ്വീപ് ഹൽവ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് ഹൽവ, ലക്ഷദ്വീപ് എന്നൊക്കെ പറയുന്ന ലക്ഷദ്വീപ് ഹൽവ. ഓ, അപ്പൊ ആരാ ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് ഇതിനൊരു
ടേസ്റ്റ് ഒക്കെ കൺസിസ്റ്റന്റ് ആക്കി അതിനെ സെറ്റ് ചെയ്യുന്നത് ആണോ? ഇപ്പൊ ഹൽവ എക്സ്പെർട്ടായി മാറിയാ? അതില് വേറെ സംഭവമുണ്ട്. ഇവന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഹൽവ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാൻസി ബിസിനസ് അല്ലല്ലോ. ഇവൻ ശരിക്കും ഗൾഫിലേക്ക് പോകാൻ നിൽക്കേനി. അതായത് കോളേജ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ സ്വാഭാവികമായിട്ടും ഇതാണെന്ന് പറയുമ്പോൾ ആരും ഇതുണ്ടാവില്ല. ഇന്നിപ്പോ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം 50,000+ കസ്റ്റമേഴ്സിന് സെർവ് ചെയ്തത്. ഷീഫ് ഉണ്ടാക്കിയ ഹൽവ അത്രയും ആൾക്കാരുടെ തെറ്റി. സിംപ്ലി പറഞ്ഞാല് അങ്ങനെ ഒരു കഴിവ് നേടിയെടുത്തില്ലേ ഹലുവ ഉണ്ടാക്കല്? ഹലുവ ഉണ്ടാക്കുന്ന അത്രയും അടിപൊളിയാണ്. നമ്മുടെ ജനറേഷനുള്ള ആരും ഈ ഒരു ഫീൽഡിലില്ല. അപ്പം നമ്മളിത് പഠിക്കാൻ വേണ്ടി പല ഷരീഫായാലും ഷാബാസായാലും എല്ലാവരും പല ട്രഡീഷണൽ മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് പോയിട്ടാണ് ഈ കാര്യങ്ങൾ പഠിച്ചെടുത്തത്. അപ്പൊ ഇവർക്കൊക്കെ ഇത് നമുക്ക് പറയാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവരെ മക്കൾക്കും ഇവരെ അടുത്ത ജനറേഷൻ ഇത് ഏറ്റെടുക്കാൻ തീരെ താല്പര്യം. ഇത് ഇവരോട് കൂടി ഇത് എൻഡായി പോകുന്നുള്ള ഇതിലാണ്. ഇപ്പൊ പലരും ഇത് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് പരിപാടിയൊക്കെ നിർത്താൻ പോയ ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇത് നമുക്ക് പറഞ്ഞുതരും. കച്ചവടം ഇല്ലേ? കോഴിക്കോട് ഹൽവയ്ക്ക് കച്ചവടം ഇല്ലേ? അവർ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആരോഗ്യം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത പ്രോസസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നെ? അത് നാട്ടിലുള്ളൊരു നമ്മളൊരു കുറെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊരു സന്ദർഭത്തില് ഒരാളെ മീറ്റ് ചെയ്ത് നല്ല ഹെൽപ്പ് ചെയ്ത് നമ്മളെ ബ്രീഫായിട്ട് ഹൽവ ഉണ്ടാക്കുന്ന പറഞ്ഞു ഏതെങ്കിലും ഒരു ഫ്ലേവർ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ നമ്മള് ഒരു ഒതന്റി നമ്മള് കോഴിക്കോട് ഹൽവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈദ, പിന്നെ കോക്കനട്ട് ഓയിൽ, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുക ചെയ്യാം. അതിൽ കൂടുതൽ കോക്കനട്ട് ഓയിൽ ഉണ്ടാവുക. കോക്കനട്ട് ഓയിലിൽ മൈദ ഒരു പാലാക്കും, ഒന്ന് പുളിപ്പിക്കാൻ വെച്ച് ഒരു 3 day പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാലെടുത്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ആ പാലെടുത്തിട്ട് കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക ചെയ്യുക. അതാണ് ഒതന്റിക് കോഴിക്കോട് ഹൽവ. പിന്നെ പല ടൈപ്പ് ഹൽവകളുണ്ട്. കോൺഫ്ലവറിൽ ഉണ്ടാക്കുന്ന ഹൽവ ഉണ്ട്, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഹൽവ ഉണ്ട്, ജാഗരി, അങ്ങനെ പല ടൈപ്പ് ഹൽവകളുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ഉണ്ടാക്കി പഠിച്ചല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോ വലിയ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുമ്പോൾ കേടുവരും എന്നുള്ള പേടിയൊന്നും ഉണ്ടായില്ലേ? വലിയ കേട് വന്നിട്ടുണ്ട്, കൊറേ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും പണി കിട്ടും, ഇത് വരും. നമ്മൾ അത്രയും കുറച്ച് ചെയ്യുന്നുണ്ട്. നഷ്ടം വന്നിട്ടുണ്ടോ? നഷ്ടം വരാണ്ട് ചെയ്യുന്ന ടൈമില് കൊറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രയൽ അടിക്കും, ആ ടൈമില് ഫെയിലാവും. പിന്നെയും ട്രയൽ അടിക്കും, അത് റെഡി ആവുമെന്ന് വിചാരിക്കും, പിന്നെ അത് ഫെയിലാവും. അതെന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കോണമെന്നില്ല. അത് കൂൾ ചെയ്ത് ഈറ്റ് ഒക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അത്രയും ടൈം വെയിറ്റ് ചെയ്ത് പിന്നെ നോക്കുമ്പോൾ അടുത്ത ദിവസം നോക്കുമ്പോൾ ഉണ്ടാവും ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പിന്നെ തുടങ്ങും. ഇപ്പൊ കൺസിസ്റ്റന്റ് ആയോ? ടേസ്റ്റ് സെറ്റ് ആയോ? SOP ഒക്കെ സെറ്റ് ചെയ്തോ? ആണോ? എങ്ങനെ റെഡിയാക്കുക? അതിന് നമുക്ക് ആളെ വെച്ചോ? അതിന് പ്രൊസീജിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണോ? ഇല്ല, ആളെ വെച്ചിട്ടൊന്നുമില്ല. നമ്മള് അതിന്റെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എപ്പോഴും? ഇല്ലല്ല, ഉണ്ടാക്കുക മീൻസ് നമ്മളൊരു ഷെഫ് ഉണ്ട്, അതിന്റെ SOP പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ആക്കിയെന്നുള്ളൂ. ഷെഫ് ഉണ്ട്, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് വേണ്ട ഫ്ലേവേഴ്സും പരിപാടിയൊക്കെ സെറ്റാക്കി ക്വാണ്ടിറ്റി വൈസ് ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നത്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ആണ്, ടേസ്റ്റ് മാറൂല. ട്രഡീഷണൽ ആൾക്കാർക്ക് ഒരു ക്വാണ്ടിറ്റി ഇല്ല, ഒരു കൈ കണക്കാണ്. അത് അതിലൊരു പ്രോപ്പർ SOP ഇല്ല. ചിലപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഹൽവ ആ പ്രോപ്പർ ടേസ്റ്റിൽ നമുക്ക് നാളെ കിട്ടിക്കോണമെന്നില്ല. പല ഇതിലാ പോവുക. അതാണ് പ്രോപ്പർ ആയിട്ടുള്ളാത്ത സംഭവം. നമ്മൾ അതിനൊക്കെ മാറ്റി ചിന്തിച്ച് അതിന് പ്രോപ്പർ SOP ഉണ്ടാക്കി പ്രോപ്പർ സ്റ്റാൻഡർഡൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം 50,000 ആൾക്കാർ എനിക്കൊന്ന് ലോകത്തിൽ പല ഭാഗത്തുള്ള മലയാളികളായിരിക്കും അല്ലേ? അല്ലെങ്കിൽ മലയാളികൾ അല്ലാത്തവരും കഴിച്ചിട്ടുണ്ട്. നമ്മള് 50 കൺട്രീസിലേക്ക് ഇപ്പോൾ ഇപ്പൊ എവിടെയൊക്കെ ഫുൽവ കിട്ടും? ഫുൽവ ആരൊക്കെ കഴിക്കുന്നുണ്ട് നിലവിൽ? ഫുൽവ നമുക്കിപ്പോൾ ലോകത്തിന്റെ ഏത് കോണിലേക്കും ആർക്കും എത്തിച്ചു കൊടുക്കാനുള്ള നമുക്കിന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഓൾ ഇന്ത്യ, ഇപ്പൊ കേരളത്തിന്റെ കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, പിന്നെ ഹൈദരാബാദ്, ഡൽഹി, മുംബൈ ഇങ്ങനത്തെ മെട്രോ സിറ്റീസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ മെജോറിറ്റി, അതായത് സ്റ്റാർട്ടിങ് മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മേജർ പോർഷൻ കസ്റ്റമേഴ്സ് കോഴിക്കോട് നിന്ന് മാത്രമുണ്ട്. നമുക്ക് ഒരിക്കലും കോഴിക്കോട് ഈ പ്രൊഡക്റ്റ് ആരും വാങ്ങൂല എന്ന് വിചാരിച്ചൊരു സംഭവം. കാരണം ഓൾറെഡി ഹൽവ കിട്ടുന്നതാണ്, ഈസിലി അവൈലബിൾ ആയ സംഭവമാണ്. പക്ഷെ കോഴിക്കോടുകാർ പോലും അത്രയും കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം വേറെ ബാക്കി ചാനൽസിലേക്ക് പോകും. ക്വിക്ക് കൊമേഴ്സിന്റെ 10 മിനിറ്റിൽ ഡെലിവറിന്റെ കാലമാണ് ഇപ്പോൾ. ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിലേക്ക് ഓൾറെഡി ഓൺ ബോർഡ് ആയിട്ടുണ്ട്. വിത്തിൻ 2-3 days എങ്ങനെ
അതായത് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് സം സ്ട്രീറ്റ് ഉണ്ടാവുമ്പോൾ പിന്നെ വേറൊരു ഹൽവക്ക് എന്ത് സ്കോപ്പ്. അപ്പൊ നമ്മളെ നോക്കുന്ന സമയത്ത് അഡ്രസ്സ് നോക്കുമ്പോൾ നിയർ SM സ്ട്രീറ്റ് അഡ്രസ്സുകൾ കുറെ വരാറുണ്ട് ആ ഇതിലേക്ക്. അപ്പം ഏരിയ അപ്പൊ അവിടുത്തെ ആൾക്കാര് നമ്മള് ഫുൽവ ഓർഡർ ചെയ്ത് അവിടുന്ന് ഓർഡർ ചെയ്തില്ല. SM സ്ട്രീറ്റിൽ നിന്ന് ഫുൽവയ്ക്ക് ഓർഡർ വന്നു. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ട് ആ ഒരു പ്രോപ്പർ ആയിട്ട് പാക്കേജിംഗ് അവൈലബിൾ ആവാം. അല്ല എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൽവേ ഓപ്റ്റ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് അത് അത്രയും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാന്നുള്ളതാണ്. ഈസിയാണ് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാനാണെങ്കിലും. കോർപ്പറേറ്റ് ഗിഫ്റ്റിനൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മള് താജ് അതുപോലെ ഇപ്പം ഗിഫ്റ്റിംഗ് അതുപോലെ തന്നെ ഡെസേർട്ട് സെക്ഷൻ ആയിട്ട് താജ് ഹോട്ടലിൽ വരെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് താജുകൾ. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ വലിയ ഹോട്ടൽസിൽ അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിനൊരു പ്ലേസ്മെന്റ് മാറി എന്നുള്ളതാണ്. അപ്പൊ ഈ അന്നത്തെ ഇഷ്യൂ പറഞ്ഞപ്പോ ഐഡിയ ഫസ്റ്റ് ആർക്കാ കത്തിയെ? അത് ഞാൻ ഇർഫാനെ കണക്ട് ചെയ്യാ ചെയ്യുന്നത്. ഞാൻ ഇർഫാൻ നല്ല വീഡിയോഗ്രാഫറാണ്. അന്നേ നല്ല വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓൺലൈനിൽ ഇത് സെല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനിൽ സെല് ചെയ്യുമ്പോൾ നല്ല ആളുകൾക്ക് ക്രേവിങ് വരുന്ന രീതിയിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇത് പോയിട്ട് അപ്രോച്ച് ചെയ്ത് പറയുന്നത് ഇർഫാനോടാണ്. പിന്നെ ഇർഫാൻ വന്ന് പിന്നെ ഒന്നും കൂടെ ദശരീഫാണ് കുറച്ചുകൂടെ ഓപ്പറേഷണലി എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ദശരീഫിനെ പോയി കണക്ട് ചെയ്ത് ഇതൊക്കെ ആയി വന്നപ്പോഴാണ് പിന്നെ ഓൺലൈനിൽ ഇത് സെല് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് വേണം. അപ്പോഴാണ് സനുവിന്റെ അടുത്ത് എത്തുന്നത്. കാരണം സനു ഓൾറെഡി കുസാറ്റിലാണ് പഠിക്കുന്നത്, ഓൾറെഡി ഇത് ഡെവലപ്പറാണ്, വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ അതും സോൾവ് ആയി. കാരണം നമുക്ക് ഇനീഷ്യലി ഫണ്ടില്ല. അപ്പൊ അങ്ങനെയാണ് ശരിക്കും 4 ആള് ജോയിൻ ആവുന്നത്. നിങ്ങൾ പൂൾ ചെയ്തു, എല്ലാത്തിനും ആളിങ്ങനെ വന്നോണ്ടിരുന്നു, എക്സ്പെർട്ടീസും വന്നോണ്ടിരുന്നു. ഫസ്റ്റ് എത്ര കിലോ അലുവ ഉണ്ടാക്കി, ഫസ്റ്റ് എങ്ങനെ സെല്ലായി? ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞാൻ ഫുൽവ കാണുന്നത്. അപ്പം ഡിജിറ്റലി ആണ് ബിസിനസ്സിനെ, ഇൻസ്റ്റാഗ്രാമാണ് ഫുൽവനെ ആളുകളിലേക്ക് എത്തിച്ചത്. ഫസ്റ്റ് എത്ര പ്രൊഡക്ഷൻ നടത്തി, എത്ര കിലോ അലുവ വാങ്ങി? ഫസ്റ്റ് ഉണ്ടാക്കിയത് കൊളായത് നന്നായോ? പുറത്തുനിന്ന് വാങ്ങാനുള്ളത് 10 കിലോന്റെ ഒരു ക്യൂബ് വെച്ചിട്ട് വാങ്ങിച്ചു. അങ്ങനെ 24 വെറൈറ്റി, 24 കിലോ അല്ല 250 കിലോ ടോട്ടൽ ഉണ്ടാവും. 10 കിലോന്റെ ക്യൂബ് വെച്ച് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാക്ക് ചെയ്ത് നമ്മൾ തന്നെ 4 ആളും ഉറക്കം ഒഴിച്ച് കട്ട് ചെയ്യുന്ന പാക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ നേരെ മുകളിലാണ് ഇത്, നാട്ടിൽ തന്നെയാണ്. അപ്പൊ രാത്രി ചെക്കന്മാരൊക്കെ 2 മണിക്ക് 3 മണിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഷാബാസിനോട് ചോദിക്കും, പിറ്റേന്ന് എടാ ഞങ്ങൾ രാത്രി 3 മണിയാകുമ്പോൾ മുകളിൽ ലൈറ്റ് ഇങ്ങനെ കാണുന്നില്ല, പണിക്കാർ ഉറങ്ങലൊന്നുമില്ല, നമ്മളവിടെ പണിക്കാണ്, ആരും കാണില്ല. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഫസ്റ്റ് പാക്കേജ് ഇറക്കി, ബോക്സ് ഇറക്കിയത്. ബോക്സ് ഒക്കെ ആദ്യം ഉണ്ടാക്കിയോ? ഇല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അതായത് പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിന്റെ മുന്നേ ശരിക്കും പറഞ്ഞാൽ നല്ല ടൈം എടുത്തിട്ടുണ്ട്. കാരണം ഈ പാക്കേജിന്റെ കേസാണ് നമുക്കിതൊന്നും അറിയില്ലല്ലോ, നല്ല പാക്കേജ് ആയി വരണം. പിന്നെ ഇത് എല്ലായിടത്തും കേട് കൂടാണ്ട് എത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊറിയർ സിസ്റ്റം ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പം എന്തോ നമ്മൾ ഫസ്റ്റ് ചെയ്തത് നമ്മളെ ഇന്റൻഷൻ നന്നായിട്ടാണ് അറിയില്ല, അത് ട്രാക്കിലായി വന്ന് ഫസ്റ്റ് പാക്കേജ് ഇങ്ങനെ അടിപൊളി. ഇന്നും നമ്മുടെ ഫാസ്റ്റ് മൂവിംഗ് ഏരിയയിൽ മോസ്റ്റ് മൂവിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മളെ ഫസ്റ്റ് ലോഞ്ച് പ്രൊഡക്റ്റാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ എന്തായിരുന്നു 24 ഐറ്റംസ് ആണോ? അതായത് 24 ഫ്ലേവേഴ്സിലുള്ള 24 ടൈപ്പ് അലുവ നിങ്ങളുടെ ഒരു ഒറ്റ ബോക്സിൽ കിട്ടും. ഇത് തന്നെയാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആക്കാന്ന് എങ്ങനെയാ തോന്നി? എല്ലാ അലുവയും ഒറ്റ ബോക്സിൽ കൊടുക്കാൻ? സ്റ്റോറി കോഴിക്കോടാണ്. അതായത് നമ്മള് കോമഡി, അതായത് നമ്മള് ഈ ഹലുവന്റെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് SM സ്ട്രീറ്റിലേക്ക് നമ്മൾ തന്നെ ശരിക്കും 6 മാടി നടന്നാണ്. അതായത് ഞാന് ഇർഫാൻ അവിടെ ഒരു സ്റ്റോറിൽ, ഒരു ഡ്രസ്സിന്റെ ഷോപ്പിൽ വീഡിയോഗ്രാഫർ ആയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൻ അവിടെ ഉള്ളവർക്ക് അറിയാം. ഞാനും ദശീഫ് എന്ത് ചെയ്ത് ആള് മാറി, ഞാൻ തിരുവനന്തപുരം, ഒരാൾ കൊച്ചി, അങ്ങനെയാണ് പോണത് അവിടേക്ക്. അങ്ങനെ ആ ഒരു പേരും പറഞ്ഞാൽ എന്നാലും അവിടെ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ കയറി ചെല്ലാൻ വേണ്ടി ഇവരിങ്ങനെ പറയും, വരി കോഴിക്കോട് ഹലുവ 100 വെറൈറ്റി, 20 വെറൈറ്റി, 40 വെറൈറ്റി, അങ്ങനെ വെറൈറ്റിനെ കണക്കാ പറയാം. അപ്പം നമുക്ക് നമ്മളെ മനസ്സിലപ്പോൾ കയറി വെച്ചാൽ കുറെ വെറൈറ്റി ഹൽവാസ് ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ കിട്ടുന്ന ഒരു ബോക്സ് ഇല്ല. അപ്പോൾ നമ്മളൊരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഇറക്കുമ്പോൾ തന്നെ അതൊരു യൂണീക്കായിട്ട് വേണം എന്നുള്ളതാണ്. അപ്പം ഓരോ ഫ്ലേവറിൽ 2 ഫ്ലേവറിന് പകരം ഒരു 24 ഫ്ലേവർ, ആദ്യം 24 അല്ലേ ഇനി ഒരു 56 എന്നുള്ളത് ഇനി. പക്ഷെ അതൊരിക്കലും കൊടുക്കാൻ കഴിയില്ല, നമുക്ക് കാൽക്കുലേഷൻ ഒന്നും അറിയില്ല. അപ്പോൾ പക്ഷെ നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് വലുതായിട്ടാണ് വരിക. അങ്ങനെയാണ് 24ലേക്ക് എത്തുന്നത്. കാരണം അവിടെ ഒരു യൂണീക്നെസ് ഉണ്ട്, കുറച്ച് ഫ്ലേവേഴ്സ് കിട്ടും മറ്റേ ടൈം. സൂപ്പർ. എവിടുന്ന ബോക്സ് ഒക്കെ ഉണ്ടാക്കിയ? ആദ്യം ഇതേ ബോക്സ് തന്നെ ആയിരുന്നോ? ചെറിയ മൈനർ ഡിഫറൻസസ് വന്നിട്ടുണ്ട്, പക്ഷെ മേജർ സിമിലർ പാറ്റേണുള്ള ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഓവർ ദ ടൈം കുറച്ച് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഓവർ ദ ടൈം ചില ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ, പാക്കേജിങ്ങിൽ ഡാമേജ് കേസുകൾ വന്നപ്പോൾ അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇനീഷ്യലി എറണാകുളത്ത് നിന്നായിരുന്നു പാക്കേജ് പ്രിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ, കാലിക്കറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, 4 ഫ്രണ്ട്സ് ചേർന്നൊരു സംരംഭം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്ന് പറ. ഇവർക്ക് 3 പേർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കണം. അതുപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർക്ക് 3 പേർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ
ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നല്ല ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പ്ലാനിങ്ങിനും എക്സിക്യൂഷനിലൊക്കെ കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ടൈമിൽ അത് പുറത്ത് പറയാതെ നിൽക്കുക, പുറത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം, അങ്ങോട്ട് കാര്യങ്ങൾ ഫുൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് വിട്ട് പുറത്തേക്ക് പറയരുതെന്നാണോ? നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരായിട്ട് പരസ്പരം സംസാരിക്കാതെ നിൽക്കണതിൻ്റെ പകരം കാര്യങ്ങൾ ഫുൾ ഷെയർ ചെയ്യുക, ഇതിലായിട്ട് പോയി. ഇനിയിപ്പോൾ കുറച്ച് ഷെയർ ചെയ്യാതെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടി വലിയ പ്രശ്നമായിട്ട് മാറും. സീക്രസി പാടില്ല. ഓക്കെ. അതിൽ മെയിന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ 4 പേര് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്റ്റോറി തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ 4 ഫ്രണ്ട്സുകൾ ജോയിൻ ആവാന്നുള്ളതല്ലായിരുന്നു ശരിക്കും ആദ്യത്തെ അജണ്ട. കാരണം ഞാൻ ഇർഫാനെ ചൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് റീസൺ എനിക്ക് അത്രയും പെട്ടെന്ന് ഒരു വീഡിയോഗ്രാഫറെ കിട്ടണം എന്നുള്ളതായിരുന്നു. പിന്നെയാണ് എനിക്ക് ഏറ്റവും അടുത്തത് ആരാ അവിടെ ഇർഫാൻ എന്നുള്ള ചോദ്യം വന്നത്. ഇതേപോലെ തന്നെയാണ് ദശീവിന്റെ കേസിലും. അതായത് നല്ലൊരു ഓപ്പറേഷൻ ചെയ്യുന്ന ആളെ വേണം. എനിക്ക് ദശീവിന് നല്ലോണം അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചാണ്, ഓൻ ഓക്കെ ആണ് എനിക്കറിയാം, എന്നിട്ടാണോ ഞാൻ ചൂസ് ചെയ്തത്. സെയിം അതുപോലെ തന്നെ സനുവിന്റെ കേസിലും നേരെ തിരിച്ച് ഉള്ള 4 ഫ്രണ്ട്സുകളെ കൂട്ടിയാൽ ഉള്ള 2 ഫ്രണ്ട്സുകളെ കൂട്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുത്ത് തുടങ്ങുന്നതിന് പകരം 4 ആൾക്കും ആ ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു യൂസ് കേസ് കൂടെ നോക്കിയിട്ട് നമ്മൾ അതിന് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ. എല്ലാവർക്കും നമ്മുടെ തുടങ്ങിയ സംരംഭത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് അറിയാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അതാണല്ലോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ 30,000 നിങ്ങൾ ഫസ്റ്റ് ബാച്ച് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് ഫസ്റ്റ് ബാച്ച് ഇറക്കി, അന്ന് ലാഭം ഉണ്ടായോ? അതെ, അന്ന് ലാഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചെറിയ രീതിയിലല്ല, നമ്മൾ കുറച്ച് യൂണിറ്റ്സ് നമുക്ക് ഡംപ് ചെയ്യേണ്ടി വന്നു. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ലോഞ്ച് ചെയ്ത അതേ സമയത്ത് കാലിക്കറ്റ് നിപ്പ വൈറസ് വന്നു. ഓ, ആ സമയത്തല്ലേ പാക്കിങ് കഴിയുന്ന നിപ്പ വൈറസ് വരുന്നത്. അപ്പൊ അവിടെ സ്റ്റക്ക് ആയി പോയി, എന്താ ചെയ്യേണ്ടത് മനസ്സിലാവില്ല. ബ്രാൻഡിനെ പക്ഷെ കുറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റിയോ? അത് നടന്നോ ആ സമയത്ത്? ലോഞ്ച് ചെയ്തിട്ടില്ലേ? ഇല്ല, ഫസ്റ്റ് ഡേ ആയിട്ടില്ല. നമ്മൾ പാക്ക് ചെയ്ത് പ്രൊഡക്റ്റ് റെഡിയായി ഏകദേശം ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് സ്റ്റാർട്ടപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ബാർട്ടർ പോലെ നമുക്ക് എന്തെങ്കിലും കൊളാബറേഷൻ കിട്ടുമോ എന്നുള്ളതിലാണ് പോകുന്നത്. കുറെ പേര് നമ്മളെ കാലിക്കറ്റിലെ കുറെ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ അതിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് നിപ്പ വന്ന് നമ്മളിതെല്ലാം ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം 15 ദിവസത്തെ ഷെൽഫ് ലൈഫ് പോയി. നമുക്ക് അന്ന് ഒരു 40 days ഷെൽഫ് ലൈഫ് ആ പ്രൊഡക്റ്റിനുള്ളത്. 15 ദിവസത്തെ ഷെൽഫ് ലൈഫ് കഴിഞ്ഞിട്ടാണ് 15 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ അത്രയും ദിവസം കുറവാണ്. അപ്പം അവിടെ നമ്മൾ പിന്നെ സ്പീഡാക്കി ഏകദേശം എനിക്ക് തോന്നുന്ന 100 ബോക്സാണ് നമ്മൾ ടോട്ടൽ ഉണ്ടാക്കി. അതായത് ആ ഒരു ഇത് വെച്ചിട്ട് ഔട്ട് അതിന് 60 ബോക്സ് വിറ്റ് നമ്മൾ അന്നത്തെ തോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വിറ്റിട്ട് അടുത്ത സ്റ്റോക്ക് എടുക്കാനുള്ള എമൗണ്ട് വരണം എന്നുള്ളത്. കാരണം ഫുള്ള് വിൽക്കാൻ കഴിയൂല. അത് കിട്ടി എന്നുള്ളത് അത് കിട്ടി. ബാക്കി കുറച്ച് ബാലൻസ് വന്നു, എന്നാലും കുഴപ്പമില്ല, നമ്മൾ അതിലേക്ക് മാക്സിമം എത്തിച്ച്. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് പല സ്ഥലത്തും നിങ്ങൾ പിച്ച് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നു അതിൽ എക്സ്പേർട്സ് ആയി മാറിയെന്നുണ്ടല്ലേ? പിച്ചിങ് എങ്ങനെ ചെയ്യണം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫുൽവനെ നമ്മൾ സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ ആരും കൺസിഡർ ചെയ്തിട്ടില്ല ഇനീഷ്യലി. നമ്മളൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രമേ, കാരണം ഹൽവനെ ആരും സ്റ്റാർട്ടപ്പായിട്ട് കൺസിഡർ ചെയ്യില്ലല്ലോ. പക്ഷെ ഐഡിയ വൈസ് അല്ലേ? ഐഡിയ വൈസ് ഹൽവ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന ഹൽവ ബിസിനസ് ആണ്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇതെന്ത് സ്റ്റാർട്ടപ്പ്, ഇതിലിപ്പോൾ എന്താ യൂണീക്നെസ്, ഇതിലെന്താ പ്രത്യേകത ഉള്ള എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കോമൺ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ആണ്. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ആണെങ്കിൽ അതിലൊരു ഇന്നോവേഷൻ കൊണ്ടുവന്ന് അതിൽ സ്കെയിലബിൾ മോഡലിലേക്ക് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാർട്ടപ്പായിട്ട് പറയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ആ സെൻസിൽ നോക്കുമ്പോൾ ആക്ച്വലി ട്രഡീഷണൽ ആയിട്ട് വളരെ അൺഓർഗനൈസ് നിൽക്കുന്ന ഒരു ബിസിനസ്സിനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു, അതിലൊരു പ്രോസസ്സ് കൊണ്ടുവന്നു. അതിനെ പ്രസൻറ്റേഷനിലായാലും അതിൻ്റെ ബാക്ക് എൻഡിലായാലും 2 സൈഡിലും നമ്മൾ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ടപ്പാണ്. പക്ഷെ നമ്മളിത് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഈ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ, ഞാൻ ഫുൽവ തുടങ്ങുന്ന സമയത്ത് ഫൈനൽ ഇയറിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിലുള്ള ഒരു ലിങ്ക്ഡിനിൽ ഒരാളെന്നെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്. ഞാൻ കോളേജിൽ IDCന്റെ മെമ്പർ ആയിരുന്നു. അപ്പോൾ IDCന്റെ ഇവന്റുകൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു, ഇങ്ങനെ നിങ്ങളുടെ കോളേജിലെ ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യണം, അങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, ഗ്ലോബൽ സ്റ്റുഡൻറ് ഓണ്ടർപ്രണർഷിപ്പ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് EO കേരള നടത്തുന്ന ഇവന്റാണ്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. മീൻസ് കോളേജ് ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് ഡീറ്റെയിൽസ് അയച്ചു. അപ്പോൾ ആ സമയത്ത് ഫുൽവ തുടങ്ങിയ സമയമാണ്. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് എല്ലാവരും അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഫുൽവൻ്റെ പേരിൽ ഒരു അപ്ലിക്കേഷൻ വെറുതെ കൊടുത്തിട്ടു. നമ്മൾ ഫുൽവ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിന് സെലക്ട് ആയി. ഫസ്റ്റ് റൗണ്ട് ഓൺലൈൻ പിച്ചിങ് ആയിരുന്നു. അപ്പോൾ ഓൺലൈനിൽ ഞാൻ പോയി പിച്ച് ചെയ്തു, എന്താണ് ബിസിനസ് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി നമ്മളതിൽ മീൻസ് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളതിൽ സെലക്ട് ആയി. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് തോട്ട് വരുന്നത്, ഓക്കെ ഇതിലെന്തോ ഉണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പിച്ച് ചെയ്യാം, അതിന് പറ്റിയ സംഭവമാണെന്നുള്ളത്.
അങ്ങനെ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് പോയി. ഫൈനൽ റൗണ്ട് ഇൻ പേഴ്സൺ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ഇവൻറ്റ്. അങ്ങനെ അതിൽ പോയി നമ്മൾ പ്രസൻറ്റ് ചെയ്തു, അതുപോലും പ്രസൻറ്റ് ചെയ്തു. അവിടെ നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. സോ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പ് ഈ ഇത് പറഞ്ഞാൽ പ്രോപ്പർ ടെക്നോളജി ബാക്ക്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ ഫസ്റ്റ് കിട്ടിയതും ഒരു പ്രോപ്പർ ടെക്നോളജി സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പാണ്. നമുക്കൊരു ടെക്നോളജി ഉണ്ട്, നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഒരിക്കലും ടെക്നോളജി അല്ല. പക്ഷെ അവിടെ നമുക്ക് സെക്കൻഡ് കിട്ടി. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇതൊരു സ്റ്റാർട്ടപ്പാണ്, ഇതിനും അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഉള്ള ഡെഫിനിഷൻ പറയുന്നത് തന്നെ ഒന്നെങ്കിൽ അത് സ്കെയിലബിൾ ആവണം, ഇന്നോവേഷൻ ഉണ്ടാവണം, പിന്നെ നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ആണെന്നുള്ള ഫസ്റ്റ് റിയലൈസേഷൻ വരുന്നത് അവിടെ നിന്നാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പിൻ്റെ ഇതിനൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെ ആ റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടി. സ്റ്റാർട്ടപ്പ് കേരളയിൽ നിന്നൊക്കെ കിട്ടിയോ? സ്റ്റാർട്ടപ്പ് മിഷൻ കേരളയിൽ നമ്മൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഹഡിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഇവന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളവിടെ ആക്റ്റീവായിട്ട് ഉണ്ടാവാറുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് വന്നോ? ഇൻവെസ്റ്റ്മെന്റ് അവിടെ വന്നിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെയാണ്. ഈ ഗ്രാൻഡുകൾ, ഇങ്ങനത്തെ ഗ്രാൻഡുകളൊക്കെ ഇതൊക്കെ സെയിം കൺസെപ്റ്റാണ്. ഇതെല്ലാം കൊടുക്കുന്നത് കുറച്ചും കൂടി ടെക്നോളജിക്കലി യൂണീക്നെസ് ആയിട്ടുള്ള സംഭവങ്ങൾക്കാണ്. ഇപ്പം മോഡേൺ ടെക്നോളജിയൊക്കെ അങ്ങനത്തെ ഗ്രാൻഡുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ശരി, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതുപോലത്തെ സംരംഭം ഐഡിയകൾ ഉള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടിപ്പ് എന്താ? ഇപ്പം എല്ലാവരും ബിസിനസ് തുടങ്ങുന്നതിന് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ബിസിനസ് തുടങ്ങുന്നത്. ആക്ച്വലി ഈ ഒരു ഇൻവെസ്റ്ററും നമ്മുടെ ബിസിനസ് നന്നാക്കാൻ വേണ്ടി നമുക്ക് പൈസ തരില്ല. അവർ പൈസ തരുന്നത് നമ്മുടെ മീൻസ് അവരുടെ പൈസ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ പൈസ ഇടുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഗ്രോ ആവണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിലാണ്. ബിസിനസ് അടിപൊളിയാക്കുക, അതിൽ നമ്മൾ സ്ട്രോങ് ആവുക. മാത്രമല്ല അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നും ഗ്രോത്ത് ഉണ്ടെന്നും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ തേടി വരും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അടിപൊളിയാവുക. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ തേടി വരും. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാ ബുക്സും ഇപ്പം യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന കാര്യം ടാക്സ് ഒഴിവാക്കാൻ നോക്കും, ഇങ്ങനത്തെ കുറുക്ക് വഴികൾ കുറേ നോക്കും. അതൊന്നും നോക്കാതെ എല്ലാം ക്ലിയർ ആവുക, കറക്റ്റ് ടാക്സ് ഫയൽ ചെയ്യുക, ലീഗൽ കാര്യങ്ങളെല്ലാം കറക്റ്റ് കൊണ്ടുപോകുക. അന്ന് 10 കിലോന്റെ കഷ്ണങ്ങളാണ് നിങ്ങൾ വാങ്ങിച്ചത് ആദ്യം. ഇന്നിപ്പോ ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്? ഇന്ന് അത്യാവശ്യം അവർക്ക് പോകുന്നുണ്ട്. അതായത് ഒരു ഇതിന് എന്താ പറയാ, നമ്മൾ ഏകദേശം ഒരു 5,000 ഓർഡേഴ്സ് ആണ് ഇപ്പം. 5,000 to 7,000 ഓർഡേഴ്സ് ആണ് ഇപ്പൊ മന്ത്ലി ചെയ്യുന്നത്. വെയിറ്റിനേക്കാൾ കൂടുതൽ പറയുന്നത് അങ്ങനെ ആവുന്നു. കുറച്ചുകൂടെ അത്ര കസ്റ്റമേഴ്സാണ് ഇതാക്കുന്നത്, ഇപ്പൊ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ലോകത്ത് എവിടെയൊക്കെ പോകുന്നുണ്ട് ഫുൽവന്റെ അൽവ? സോറി, ഫുൽവ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതെ, നമ്മളിപ്പോ ഏകദേശം മെജോറിറ്റി, അതായത് മേജർ യൂറോപ്യൻ കൺട്രീസിലേക്കെല്ലാം നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് കൺട്രീസിലേക്ക് നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട്. മേജർ കസ്റ്റമേഴ്സും ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ ബാക്കി ഇനി അവിടുത്തെ സ്റ്റോറുകളിലും ആ സ്ഥലങ്ങളിലേക്കുള്ള എത്തിക്കാനുള്ള ബാക്കി വർക്കുകൾ നമ്മളിപ്പോൾ പാരലലി ചെയ്യുന്നുണ്ട്. പ്ലസ് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇ കൊമേഴ്സ് ചാനൽസും ബാക്കി സ്റ്റോറുകളിലേക്കൊക്കെ എത്തിക്കാനുള്ള വർക്കുകൾ നമ്മളിപ്പം അതിന്റെ വർക്കിലും കൂടിയാണ്. മൊത്തത്തിൽ ഫീഡ്ബാക്ക് ഒക്കെ വന്നോ? അതായത് പക്ഷേ എങ്ങനെ ഒരു പരിപാടി നിങ്ങൾ തുടങ്ങിയ ഗംഭീരമായിട്ടോ, ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് വന്നോ? ബിസിനസ്സുകാരൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഫീഡ്ബാക്സ്? എന്താ ഏറ്റവും ബെസ്റ്റ് ഫീഡ്ബാക്സ് ഒക്കെ? ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനൊരു ഇപ്പം കോഴിക്കോട് നിന്ന് നമ്മളെ നാട്ടിലെ ഈ ഒരു ഹൽവ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ആളുകൾക്ക് കിട്ടിയെന്നുള്ളത്. അതാണ് ഇപ്പം ഇന്നലെ ഞാൻ ഒരു ഇവന്റ് പോയപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ടുള്ളവർക്ക് ഇത് കുറച്ചുകൂടെ ഈസി ആക്കി കൊടുക്കും കാര്യങ്ങൾ. അപ്പൊ ഇതുപോലത്തെ ഇനി ബ്രാൻഡ്സ് വരുന്നതാണോ? വരുന്നു. അത് ഇതെന്നല്ല, മീൻസ് ഈ ഒരു കേരള എക്കോസിസ്റ്റത്തിൽ ഇനി അങ്ങോട്ടുള്ള ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് മോഡൽസിന് കുറച്ചുകൂടെ മൈലേജ് കൂടും. കാരണം നമ്മളതിന് സ്റ്റാർട്ട് ഇട്ട് എന്നൊക്കെ കുറെ പേര് പറയുന്നതാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് ഇത് എന്താ പറയാ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അലുവയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൂട്ടി. അലുവന്റെ റേഞ്ച് മാറി. റേഞ്ച് മാറ്റി ഫുൽവ. ഇത് ശരിക്കും ഒരു സ്റ്റാർട്ട് മാത്രമാണ്. ഇപ്പൊ അമൻ നമ്മളോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഫുൽവ ഇസ് ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നാണ് അമൻ പറഞ്ഞത്. തുടങ്ങുന്നേ ഉള്ളൂ, ഇനിയാണ് കാര്യങ്ങൾ ശരിക്കും ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ളത്? ഇനി അതന്നെ മൾട്ടിപ്പിൾ ഹൽവാസ് നമുക്ക് ചെയ്യാനുണ്ട്, കൊണ്ടുവരാനുണ്ട്. പുതിയ പുതിയ മോഡേൺ വേർഷനിലുള്ള ഹൽവകൾ ലോഞ്ച് ചെയ്യാനുണ്ട്. ഒരു മോഡേൺ വേർഷൻ അതിലെന്താ വെച്ചാൽ ഈ അലുവ തന്നെ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇനിയും അലുവ തന്നെയാണെന്ന്. അതിൽ കുറെ വരാനുണ്ട്. പക്ഷെ അത് വലിയൊരു മാർക്കറ്റാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു സാധനം, നിങ്ങൾ ഡേറ്റ്സിന്റെ അകത്ത് അലുവ വെച്ച് മറ്റേ ദുബായിന്ന് ചോക്ലേറ്റ്സ് വരുന്നല്ലോ അല്ലേ? ഹൽവ സ്റ്റെപ്പ് ഡേറ്റ്സ് നമ്മളെ. അത് ആർക്കാ തോന്നിയേ? അത് ശരിക്കും അതിന്റെ സ്റ്റോറി അതുണ്ട്, ഓൾറെഡി ഉണ്ടോ? ഇല്ല, പ്രൊഡക്റ്റ് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത്. വർക്കായോ? അത് അടിപൊളിയായിട്ട് വർക്ക്. അത് ശരിക്കും വെച്ചാൽ അറബിക് ഇൻഡോ കൾച്ചർ, അതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നോക്കിയത്.
അതെന്താ വെച്ചാൽ ആ ഒരു മെഡ്ജൂൾ കിങ് ഓഫ് ഡേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മളെ കാലിക്കറ്റ് ഹലുവന്റെ സ്പെഷ്യൽ സ്പൈസസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫ്ലേവേഴ്സ് സ്റ്റഫ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ഹലുവ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഇത് കൊണ്ടുവരാൻ മറന്നുപോയി. ആണോ? ഹലുവ കൊണ്ടുവന്നുണ്ട്, ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. ഹലുവ എവിടെ? ഞാനൊരു ടേസ്റ്റിംഗ് സെഷൻ ഒക്കെ ഉണ്ടാവും വിചാരിച്ചു. ഹനാൻ ചാക്കൊക്കെ നിങ്ങൾ ഹലുവ കൊണ്ട് കൊടുത്ത്, ഹനാൻ ചായുടെ വീഡിയോ ഉണ്ട്. അത് നിങ്ങളുടെ മാർക്കറ്റ് പെനട്രേഷൻ ഐഡിയാസിലെ ഭാഗമാണോ, ഐഡിയാസിന്റെ ഭാഗമാണോ, അത് വർക്ക് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക? അത് ഇപ്രാവശ്യം ഇപ്പൊ റീസെന്റ് പെരുന്നാളിന് ഹനാൻഷ നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടം കൊണ്ടിട്ടാണ് അത് വാങ്ങിയതാണ്. കസ്റ്റമർ ഇങ്ങോട്ട് വാങ്ങിയതാണ്. എന്നിട്ട് എല്ലാവർക്കും കൊടുത്ത് ഭയങ്കര ഹാപ്പി അറിയിച്ച്. കാരണം നമ്മളോട് ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് തരുമോ എന്നുള്ളത് ചോദിച്ചിട്ട്, മീൻസ് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കും ഹാപ്പിയാണ്. ഹനാൻഷ അത് കൊടുക്കുക, എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആളത്, സംശയമൊന്നുമില്ല. അടിപൊളിയായിട്ട്. സൂപ്പർ. ഇപ്പോൾ ഒരാൾ ഇന്നിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിൽ ഹലുവ എത്തും? സനു, നമുക്ക് കേരളത്തിലാണെങ്കിൽ ഇപ്പം സെയിം ഡേ കൊടുക്കാനുള്ള ചില പിൻകോഡ്സ് നമുക്ക് സെയിം ഡേ തന്നെ കൊടുക്കാം. മാക്സിമം വിത്തിൻ 3 days നമുക്ക് എത്തിക്കാൻ പറ്റും. റിമോട്ട് ഏരിയാസ് ഒക്കെ ആണെങ്കിൽ പാൻ ഇന്ത്യ വിത്തിൻ 2 to 5 days മാക്സിമം എത്തിക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കൊണ്ട് മീൻസ് വിത്തിൻ 10 minutes ഓർഡർ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാമാർട്ടിൽ സൈറ്റ്സിൽ ഒരു 1-2 വീക്കിന്റെ ഉള്ളിൽ ആക്റ്റീവ് ആവും. സൂപ്പർ. ബ്രാൻഡിന് അല്ലെങ്കിൽ ഈ ഹലുവ ഇത് കേട്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ആർക്കെങ്കിലും വരാൻ ആഗ്രഹം, അതിന് സ്കോപ്പ് ഉണ്ടോ, വരണോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ആണോ? ഹലുവക്കാണോ ചോദിച്ചത്? ഹലുവക്ക് വരുന്നുണ്ട്. നല്ലതാണത്. കാരണം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡ്സ് വന്നു. എക്സിസ്റ്റൻസ് എത്രത്തോളം അറിയില്ല, പക്ഷെ ചെറിയ ചെറിയ ബ്രാൻഡുകൾ വരുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു ആളുകൾ അത് കൺസ്യൂം ചെയ്യുന്ന ഇത് കൂടണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാൻഡ്സിന് അത് വരണം, ആളുകൾ അവെയർ ആവണം. നമ്മളിത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ആലുവ വെഡിങ് ഹാമ്പർ ആയിട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷനാണ്. ഇനി വരുന്നതൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ വരുമ്പോൾ അത് ഒന്നും കൂടെ പോപ്പുലറൈസ് ആവും. ഷുഗർ കട്ടിന്റെ കാലമാണ്, ഷുഗർ ഫ്രീ ഹലുവയൊക്കെ എല്ലാവരും ചോദിക്കുന്ന നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഹലുവയിൽ മെയിൻ ഷുഗർ ആണല്ലോ. R&D ഉണ്ടോ? അപ്പോ ആണോ? അതിന് ടീമുണ്ടോ? ഇപ്പൊ എത്ര പേരുണ്ട് നിങ്ങൾക്ക് ടീം? അത് നോക്കുകയാണെങ്കിൽ ഫുൽവ എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇപ്പൊ കോർ ടീം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 members ഇപ്പം ഉണ്ട്. ആണല്ലേ? പിന്നെ അവിടെ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, ചേച്ചിമാര്, കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ വുമൻസ് ആയിട്ട്. സൂപ്പർ. ഈ R&D ടീം എന്താ ചെയ്യുന്നത്? അവരിങ്ങനെ ഹലുവ ഉണ്ടായിക്കൊണ്ടിരിക്കോ? അവര് പുതിയ പുതിയ ഷെൽഫ് ലൈഫിന്റെ സംഭവങ്ങൾ പറഞ്ഞ പോലെ നമ്മളിൽ ഇനി വരാൻ നിൽക്കുന്ന കുറച്ച്, അതായത് ഷുഗർ ഫ്രീ വരുന്നുണ്ട്, ന്യൂട്രീഷൻ റിച്ച് വരുന്നുണ്ട്, പ്രോട്ടീൻ വരുന്നുണ്ട്, കാലമാണ്. ഫുഡ് ബ്രാൻഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് നോംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന ഹലുവയിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഹലുവയുടെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ നാട്ടിലുള്ള ഹലുവനെ കുറിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിലിടുന്ന കുറെ കാര്യങ്ങൾ ഓക്കെ അല്ല, ക്വാളിറ്റി ഓക്കെ അല്ല. എന്താ, എണ്ണയാണോ? റോ മെറ്റീരിയൽസ് അതിലിടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും എല്ലാം ഒരു ക്വാളിറ്റി ഭയങ്കര സീനാണ് മൊത്തത്തിൽ. ഞാൻ ഫസ്റ്റായിട്ട് ഹലുവ ഉണ്ടാക്കാൻ വേണ്ടി സാധനം മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. മാർക്കറ്റിൽ ഇറങ്ങിയ ടൈമിൽ ശർക്കര ചോദിച്ച്. അപ്പോൾ എന്തിനാ ചോദിച്ചു ഇത്ര തോന്നുന്ന ശർക്കര? അപ്പോൾ ഞാൻ ഹലുവ ഉണ്ടാക്കാനാണ്. ഞാൻ ഒരു ശർക്കര എടുത്തുകൊണ്ടിട്ട് ഒരു ബ്ലാക്ക് കളർ ശർക്കര, ഒരു ഫുള്ള് അതിൻ്റെ മുകളിൽ ഒരു എന്തൊക്കെയോ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ, ഇതാണ് ഹലുവ ഉണ്ടാക്കുന്ന ആൾക്കാർ കൊണ്ടുവന്നത്. യെസ്. അപ്പോൾ ഞാൻ ഇത് വേണം, നമുക്ക് കുറച്ച് നല്ല ടൈപ്പ് വേണം. ഇങ്ങനെ അപ്പോൾ നിങ്ങൾ എന്ത് ഹലുവ ഉണ്ടാക്കാൻ പോകുന്നൊക്കെ ചോദിക്കുന്നത്. നല്ല ശർക്കര വെച്ച് എന്ത് ഹലുവ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി. ഒരു മുന്തിരി വാങ്ങാൻ വേണ്ടി പോയപ്പോണ്ട് മൊത്തത്തിൽ പുഴുവൊക്കെ. അതാണ് ഇതിലിടുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ അതിനൊക്കെ മാറ്റി കൊണ്ടുവന്ന് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കോമ്പറ്റീഷൻ ആണ് കാലിക്കറ്റ് മാർക്കറ്റിൽ ഹലുവൊക്കെ ഉള്ളത്. അപ്പൊ എങ്ങനെയെങ്കിലും റേറ്റ് കുറയ്ക്കാനുള്ളതിലാണ് ട്രഡീഷണൽ മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ റോ മെറ്റീരിയലിന്റെ റേറ്റ് കുറഞ്ഞാലേ കമ്പാരിറ്റീവ്ലി എല്ലാത്തിനും റേറ്റ് കുറയുള്ളൂ. ഇതെന്താ വെച്ചാൽ ആ ഒരു ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവാം. അപ്പം എല്ലാവരും ഹലുവ ഉണ്ടാക്കുന്ന എല്ലാവരും അങ്ങനെ ചെയ്തു പോവാം. അപ്പോൾ ഇവർക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇപ്പോൾ ആരാണ് കുറച്ച് പൈസ കൊടുക്കുന്നത് അതാണ് ആൾക്കാർ വാങ്ങിയാണ്ട് റീറ്റെയിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കുന്നത്. കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് ഫീഡ്ബാക്ക് വന്നോ? ഹലുവ മാർക്കറ്റിൽ നിന്ന് ഫീഡ്ബാക്ക് വന്നോ നിങ്ങൾക്ക് പരിപാടിയെ പറ്റി? അതിലൊരു ഇത് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ റീസെന്റ് ഒരു ചക്ക മാങ്ങ ഹലുവന്റെ ഒരു സീസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും നമ്മൾ ആകെ നമ്മുടെ വെബ്സൈറ്റിൽ മാത്രമേ സെല്ല് ചെയ്ത്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇതെന്താ വെച്ചാൽ കംപ്ലീറ്റ് നാട്ടിലുള്ള ഹലുവ യൂണിറ്റിലൊക്കെ മാങ്ങൻ്റെയും ചക്കൻ്റെയും ഹലുവൻ്റെയും പ്രൊഡക്ഷൻ തുടങ്ങി. കാരണം റീറ്റെയിൽ സ്റ്റോറുകളിലൊക്കെ മാങ്ങ ചക്ക ഹലുവ ആളുകൾ ചോദിച്ചു വരാൻ തുടങ്ങി. നമ്മളെ മാർക്കറ്റിംഗ് കാരണം പുറത്തൊക്കെ ചോദിച്ചു വരാൻ. അപ്പം ഇവിടുത്തെ പ്രൊഡക്ഷനിൽ ബാക്കിയുള്ള പ്രൊഡക്ഷനിലൊക്കെ അതിനുള്ള എൻക്വയറി കൂടി. അപ്പം ആ ഒരു
ചേഞ്ച് വരുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ആ ഒരു എന്താ പറയുക സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഹലുവ ആളുകൾ കൂടുതൽ ചോദിച്ചു വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ആ ഒരു എൻവിറോൺമെൻറ്റ് എന്താവുന്നുണ്ട്, വലുതാവുന്നുണ്ട്. സൂപ്പർ. ഇപ്പം നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ മാറി ഫുൽവയ്ക്ക് ശേഷം? നമ്മുടെ ലൈഫിൽ സത്യം പറഞ്ഞാൽ വലിയ ചേഞ്ച് കുറച്ച് ആളുകൾക്ക് അറിയാം. അപ്പം നമ്മളറിയില്ലെങ്കിലും ഫുൽവൻ്റെ ഫൗണ്ടേഴ്സാന്ന് പറയുമ്പോൾ ആ റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം. ബാക്കി മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്നുള്ളൂ. കാരണം ഇതുവരെ നമ്മൾ എല്ലാം സാക്രിഫൈസ് ചെയ്ത് ഫുൽവക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ ഫുൽവ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും GCC കൺട്രിയിലൊക്കെ കഷ്ടപ്പെട്ട് ഒന്നും ഒരു ലെവലിൽ ഇങ്ങനെ പോകേണ്ടതേന്. അപ്പോൾ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫുൽവ തുടങ്ങുന്നതിൻ്റെ സമയത്ത് ഇപ്പോൾ ദഷീഫിനും അതേപോലെ എനിക്കൊക്കെ പുറത്തൊക്കെ ഒരു സ്കോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി വന്ന് അപ്പം പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അത് പെട്ടെന്നാണ് ഈ ഐഡിയ വരുന്നതും ഇതിലേക്ക് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലെത്തണം. അപ്പം ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞിങ്ങനെ ചെയ്യണില്ല, പോകണില്ല, ഇങ്ങനെ ഇവിടെ ഒരു പരിപാടി ചെയ്യാൻ പോകുക. അപ്പം എന്താ അലുവ എന്നൊക്കെ ചോദിക്കുക. അലുവ എന്ന് പറയുമ്പോൾ അലുവയിൽ എന്താ ചെയ്യാനുള്ള, അലുവ എന്താ ഇവിടെ അലുവ കച്ചവടം ചെയ്യാൻ പോവാണോ? അപ്പം അങ്ങനെയാണ് നമ്മൾ ഹലുവനെ പുറത്തുള്ളവർക്ക് വാല്യൂ ഉണ്ട്, പക്ഷെ കോഴിക്കോടുള്ള ആളുകൾക്ക് അതിൻ്റെ ആ ഒരു വാല്യൂ തീരെ ഫീൽ ചെയ്യില്ല. നമ്മളെ വീട്ടിൽ നമ്മളാരും പർച്ചേസ് ചെയ്യില്ല. വേറെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങുകയെന്നല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലും ഇവൻറ്റോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ ഇത് പർച്ചേസ് ചെയ്യുള്ളൂ. പക്ഷെ പുറത്തുള്ള ആളുകൾക്ക് അങ്ങനെയല്ല. അവർക്കത് എപ്പോഴും കോഴിക്കോട് വന്നപ്പം വാങ്ങിയിട്ടേ അവർ പോവുള്ളൂ. നമുക്കത് സ്ഥിരമായിട്ട് കാണുന്നതായതുകൊണ്ട് നമുക്ക് അതിനൊരു വാല്യൂ ഇല്ല. മെഷീനറീസ് ഒക്കെ വന്നോ ഇപ്പോൾ ഹലുവ ഉണ്ടാക്കാൻ? പ്ലാന്റ് ഒക്കെ സെറ്റായി. സൂപ്പർ. അപ്പം ഹലുവ എന്ന് പറയുന്നതിന് പകരം ഫുൽവ എന്ന ആളുകൾ എല്ലാവരും പറയട്ടെ. ഇപ്പോൾ ഹലുവേനെ ബ്രാൻഡാക്കി മാറ്റിയ ഫുൽവയുടെ ഫൗണ്ടേഴ്സ് ആണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഹലുവയുടെ മധുരം, ഫുൽവയുടെ മധുരം എല്ലാവരിലേക്കും എത്തട്ടെ. മധുരം മാത്രം ഫുൽവ എല്ലാവരിലേക്കും എത്തട്ടെ. താങ്ക് യു.